ഈ സമൂഹത്തെ നോക്കി നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞത് പൂർണ്ണമായിട്ടും ഈ കൂടാരത്തിൽ അന്വർത്ഥമായി തീരുകയാണ്. ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിത്യജീവന്റെ അപ്പത്തെ കുറിച്ചിട്ടാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ അപ്പം ദൈവത്തിന്റെ ഒരു വെളിപാടാണത്. ദൈവത്തിന്റെ വെളിപാടാണ് നിത്യജീവന്റെ അപ്പം എന്ന് പറയുന്നത്. യേശുവിന്റെ ശരീരവും രക്തവുമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള സഹവാസമാണ് വിശുദ്ധ കുർബാനയോടെ സംഭവിക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവൻ എന്ന് പറയുന്നത് ദീർഘമായ ഒരു കാലഘട്ടമല്ല. നിത്യജീവൻ എന്ന് പറയുന്നത് മരിക്കുന്നതിന്റെ കാലഘട്ടം വർദ്ധിപ്പിക്കുന്നതല്ല, മറിച്ച് മരണത്തെ കീഴടക്കുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിത്യജീവനിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളെ നോക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് പറയുന്നു, നമ്മൾ ഓരോരുത്തരും അനുഗ്രഹ കിരണങ്ങളായി മാറുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ജീവന്റെ അപ്പം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്താണ് ജീവന്റെ അപ്പം സ്വന്തമാക്കി തീർക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത്? ഇതാ ദൈവമായ കർത്താവ് യോഹന്നാന്റെ ലേഖനത്തിലൂടെ നമ്മോട് ഉപദേശിക്കുകയാണ്. ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കാൻ പോയാൽ, ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കാൻ പോയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആർക്കും തന്നെ അനുഭവിക്കാൻ സാധ്യമല്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധ്യമല്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് ലോകത്തിൽ കാണുന്നത്. ലോക സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായാനാണ് ലോകം നമ്മെ വിളിക്കുന്നത്. ജഡമോഹങ്ങളുടെ പിന്നാലെ ഓടി നടക്കാനാണ് പിശാച് നമ്മെ വിളിക്കുന്നത്. ദുരാശകളെ തൃപ്തിപ്പെടുത്താനാണ് ശരീരം നിന്നെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നാം വായിക്കുന്നത്, നീ ലോകത്തെ കീഴ്പ്പെടുത്തുന്നില്ല എങ്കിൽ ലോകം നിങ്ങളെ കീഴ്പ്പെടുത്തും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നമ്മൾ കാണുന്നത് ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം. ഇതാണ് ലോകത്തിൽ കാണുന്നത്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം, ഇതാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത്. യേശു നമ്മോട് പറയുകയാണ്, നീ വികാരങ്ങളെ നിയന്ത്രിച്ചും ആശാ നിഗ്രഹത്തിലൂടെ നിന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചാൽ ലോകത്തിന്റെ മേൽ ഭരണം നടത്താൻ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരമ്മയും ഒരു കുഞ്ഞുമായി എൻ്റെ പക്കലേക്ക് കടന്നു വന്നു. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അമ്മ അവൻ്റെ കൈക്ക് പിടിച്ച് അമ്മ കരയുന്നുണ്ട്. അമ്മ കരയുന്നത് കണ്ട് കുട്ടിയും കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി ഇങ്ങനെ കരയുന്നത്? മകൻ ബിടുബിടാന്ന് പറഞ്ഞ് കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. അച്ഛ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? എൻ്റെ മോനെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അവൻ വീട്ടിൽ നിന്ന് ചെറുതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കക്കുമ്പോഴൊന്നും ഞാൻ അവൻ ഉപദേശിക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ക്ലാസ് ടീച്ചർ വിളിച്ച് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അവൻ അവൻ്റെ ക്ലാസ്സിൽ പഠിച്ച 3 കുട്ടികളുടെ ബാഗ് തുറന്ന് അതിന്ന് പണം മോഷ്ടിച്ചു. അവനെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈ കുഞ്ഞു കിടന്ന് വാവിട്ട് കരയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി,
അമ്മയുടെ ഉരുകുന്ന കണ്ണുനീരിന്റെ മുമ്പിൽ അവന്റെ ഹൃദയം അനുതാപം കൊണ്ട് നിറയുകയാണെന്ന്. അവന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് നല്ലൊരു ശരീരവും ശരീരത്തിൽ അധ്വാനിക്കാൻ ഒരു കരങ്ങൾ തന്നിട്ടുണ്ട്. നീ മോഷ്ടിക്കരുത്, കക്കരുത്. അവൻ എൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീഴുന്നുണ്ട്. അവൻ പറഞ്ഞിട്ട്, അച്ഛൻ്റെ കൈകൾ കൊണ്ട് സ്പർശിച്ച എൻ്റെ കൈകൾ ഇനി ഞാൻ കളവിന് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാൽക്കൽ വീഴുകയാണ്. അമ്മ ആകെ തകർന്നു പോയി. അമ്മയും മകനും എൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു. സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച. വെറുതെ കരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, അമ്മയുടെ കണ്ണുനീര് കൊടുത്ത് വിലക്ക് വാങ്ങിയതാണ് വിശുദ്ധനായിരിക്കുന്ന അഗസ്തീനോസ് എങ്കിൽ. മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരിന്റെ പുത്രനാണ് വിശുദ്ധനായ അഗസ്തീനോസ് എങ്കിൽ മറ്റൊരു അഗസ്തീനോസിനെയാണ് കണ്ടത്. അവൻ എഴുന്നേറ്റ് എൻ്റെ കൈകൾ രണ്ടിങ്ങനെ മുറുക്കിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കൈകൾ കൊണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുവാൻ, ആരുടെയും ഒരു പണം പോലും ഒരു വസ്തു പോലും കക്കാതിരിക്കാൻ എൻ്റെ കൈകളെ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. 7ാം ക്ലാസ്സുകാരൻ. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, മാസം തോറും ഇവിടെ നടക്കുന്ന വിടുതലിൻ്റെ പ്രാർത്ഥനയുണ്ട് കുഞ്ഞെ, അമ്മയും മോനും അപ്പനും കൂടി സംബന്ധിക്കണമെന്ന്. കഴിഞ്ഞ വിടുതലിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് 27 ദിവസം കഴിഞ്ഞു, ഒരു പണമോ ഒരു വസ്തുവോ ആരുടെ കൈവശം എടുത്തിട്ടില്ല. അച്ഛൻ തുടർന്നും പ്രാർത്ഥിക്കണം. വെറുതെ ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവമായ കർത്താവ് നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് നൽകി തരും. വെറുതെ ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ചെറുപ്പക്കാരൻ വന്ന് കഴിഞ്ഞ ധ്യാന അവസരത്തിൽ എന്നോട് പറഞ്ഞു, എൻ്റെ ഫാദറെ, എനിക്ക് എപ്പോഴും ആരെ കണ്ടാലും പാപം ചെയ്യാനാണ് ആഗ്രഹം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവനോട് ചോദിച്ചു, ഏതെങ്കിലും ചീത്ത സിനിമകൾ കാണാൻ ഇടയായിട്ടുണ്ടോ? ബ്ലൂ ഫിലിം കാണാറുണ്ടോ? ഇന്റർനെറ്റ് നീ ദർശിക്കാറുണ്ടോ? ഏതെങ്കിലും ആളുടെ നഗ്നത കണ്ടിട്ടുണ്ടോ? അവൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. അവൻ്റെ പോക്കറ്റിൽ കിടന്ന കൈലേസ് കൊണ്ട് കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ പാപവും ജഡമോഹങ്ങളുമാണ്. സ്വന്തം അമ്മയെ കണ്ടാൽ പോലും തിന്മ ചെയ്യാനാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഈ ദുഷ്ടപിശാചിനെ ഒന്ന് പുറത്തിറക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, യുവജനങ്ങളെ, ജഡമോഹങ്ങളിൽ അടിമകളായി കഴിയുന്നവർ ഇന്ന് പ്രഭാതത്തിൽ കേട്ടതുപോലെ, നീ പള്ളിയിൽ വരുന്നുണ്ട്, അപ്പൻ അമ്മ പറയുന്ന അനുസരിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് വേണം മാതാപിതാക്കന്മാർ പറയുന്ന അനുസരിക്കാനും ദൈവാലയത്തിൽ വരുന്നത്. അപ്പോഴാണ് ജഡമോഹങ്ങൾ നിന്നെ വിട്ടുപോകുന്നത്. എരയൂർ കൺവെൻഷൻ നാളുകളിൽ, കഴിഞ്ഞ നാളുകളിൽ അവിടെ കൺവെൻഷൻ പോയിരിക്കുകയായിരുന്നു. സേലത്ത് നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്താൽ എരയൂർ എത്തിച്ചേരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ പക്കലേക്ക് കടന്നു. 2 പേരും വഴക്ക് കൂട്ടമാണത്രേ. പൂരം തല്ല് ഇവിടെ ഉണ്ടാകാം. ഭാര്യ ഭർത്താക്കന്മാർ തല്ലുകൂടി വന്നിട്ടുള്ളവർ. പ്രിയപ്പെട്ടവരെ, അത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെ കുറവ് കൊണ്ടല്ല, ഇത് പിശാചിന്റെ ടെക്നിക്കാണ്. കുടുംബങ്ങളെ തകർക്കണമെങ്കിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തെ തകർക്കണം. കുടുംബ ജീവിതത്തിന്റെ സംവിധാനത്തെ തകർക്കണമെങ്കിൽ ഏറ്റവും സ്നേഹബന്ധമായിരിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യയോടും സംശയം ഉണ്ടാക്കണം, തെറ്റിദ്ധാരണ ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണം. അവിടെ കൺവെൻഷൻ നാളുകളിൽ ദിവ്യഗണനാഥനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈശോയുടെ മുമ്പിൽ പോയി നിങ്ങൾ 2 പേരും കരങ്ങൾ കോർത്ത് പിടിച്ച് കരുണയുടെ ഒരു രഹസ്യം ചൊല്ലുക, ദൈവം നിന്നെ സ്പർശിക്കുമെന്ന്. അവർ അവിടെ ചെന്ന് ഇരക്കത്തിൻ്റെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ഓടി വരികയാണ്. ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി, സ്വർഗമായി ജീവിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്നത് സാത്താനാണെന്ന്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ദിവസവും പോലും മുടങ്ങാതെ ദൈവാലയത്തിൽ പോയി ഞങ്ങൾ ദിവ്യഗണനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു എന്ന്. ഒന്ന് വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ശണ്ട കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഒരു പക്ഷേ ഭാര്യയും ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടാകാം. വീട്ടിൽ ചെന്നിട്ട് വഴക്കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരുനാൾ ദിവസങ്ങളിലും ആഘോഷ നാളുകളിൽ മാത്രമല്ല, ആരോരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ദിവ്യ കാരുണ്യനാഥന്റെ സന്നിധിയിൽ ഭാര്യയും ഭർത്താവും മുട്ടുകുത്തി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുടുംബത്തിന്റെ ശണ്ടകൾ മാറുമെന്ന് അവിടെ വെച്ച് കർത്താവ് എനിക്ക് നിർദ്ദേശം തരികയായിരുന്നു. വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ ചൂളയിലൂടെയാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരുന്നത്. വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകവും ലോകത്തിലെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവഹിതം നിറവേറ്റുന്നവരാരോ അവർ എന്നേക്കും ജീവിക്കും. ലോകവും ലോകത്തിന്റെ മോഹങ്ങൾ, ജഡത്തിന്റെ കണ്ണുകളുടെ ജീവിതത്തിന്റെ ഈ ദുരാഗ്രഹങ്ങളെല്ലാം വിട്ടുപോകും, എന്നാൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവർ എന്നേക്കും നിലനിൽക്കും. ഇരുകരങ്ങൾ ഉയർത്തുക തന്നെ ശ്രദ്ധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി നിത്യജീവന്റെ ഉറവിടത്തിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് വിളിക്കട്ടെ. നിത്യജീവന്റെ ഉറവിടത്തിലേക്ക് കരങ്ങൾ നീട്ടി വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നത് പാപമാണ്. ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെല്ലാം പാപകരമായ അവസ്ഥയിലാണ്. യോനാ പ്രവാചകനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വിളിച്ചു പറഞ്ഞു, നീ നിനിവേ നഗരത്തിൽ പോയി അവിടെയുള്ള മഹാജനത്തോട് എനിക്ക് വേണ്ടി വചനം പങ്കുവെക്കുക. നിനിവേയിൽ വലിയ വലിയ പണ്ഡിതന്മാരും കുടുംബക്കാരും മഹാന്മാരുമുണ്ടെന്ന് കേട്ടിട്ട് നിനിവേ നഗരം വിട്ടുകൊണ്ട് താർശീസിലേക്ക് അവൻ കപ്പൽ കയറി. ജോപ്പായിലെത്തിയപ്പോൾ കടൽ ഇളകാൻ തുടങ്ങി, കപ്പൽ കുലുങ്ങാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കണേ, ദൈവത്തിന്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരു വീട്ടിലുണ്ടായാൽ വീട് കുലുങ്ങും. ദൈവത്തിന്റെ ഹിതത്തിനെതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നവർ ഒരു സമൂഹത്തിലുണ്ടായാൽ സമൂഹം കുലുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഹൃദയത്തെയും കുടുംബത്തെയും സമൂഹത്തെയും കുലുക്കുന്നത്? അവനെ നശിപ്പിക്കുവാനല്ല, അവർ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ കോളിളക്കം ഉണ്ടാകുന്നത്. വെറുതെ കർമ്മയത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കിയപ്പോൾ യോനാ പ്രവാചകൻ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ്. ചോദിച്ചു, നീ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? അവനാണ് പറഞ്ഞത്, ദൈവത്തിന്റെ വഴി വിട്ടാണ് ഞാൻ ഈ കപ്പലിൽ കയറിയിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു, സഹോദരാ, ഈ കപ്പലിലുള്ളവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടി നിന്നെ കടലിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. യോനാ പ്രവാചകൻ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. നോക്കണേ, കർത്താവ് ഒരു വലിയ മത്സ്യത്തെ അവിടെ കൊണ്ടിട്ടിരുന്നു. ആ മത്സ്യം അവനെ വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ വായിൽ കിടക്കുന്ന സമയത്ത് യോനാ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ സന്നിധി ഞാൻ നിഷ്കാസിതനായി. ഇനി ഞാൻ എങ്ങനെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരും? ഞാൻ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുന്നു, എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കൃതജ്ഞത സ്തോത്ര ബലിയർപ്പിച്ച് വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ തിരിച്ചു വരും. വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മത്സ്യത്തിന്റെ വായിൽ ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. ആ മത്സ്യം അവനെ നിനിവേ നഗരത്തിന്റെ കടൽക്കരയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. കണ്ടോ, ദൈവത്തിന്റെ വഴി വിട്ട് നടന്നാൽ ഏതെങ്കിലും സംവിധാനങ്ങളിലൂടെ ദൈവം അവനെ പിടിച്ചെടുത്ത് ദൈവം നിശ്ചയിച്ച സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, വന്യജീവികളിൽ കൗശലക്കാരനായിരിക്കുന്ന സർപ്പം ആദ്യ മാതാപിതാക്കളുടെ പക്കലേക്ക് കടന്നു വന്ന് കണ്ണിന് സുഖകരമായ കാഴ്ച കാണിച്ചു കൊടുത്തു, വിലക്കപ്പെട്ട കനി.
അവന്റെ ഉള്ളിൽ അഹങ്കാരം വെച്ചു കൊടുത്തു. ദൈവത്തെ പോലെയാകാം, വലിയവനായി തീരാം, വലിയ മാജിക്ക്, ദൈവത്തിന്റെ ശക്തി നിനക്ക് കിട്ടും. അഹങ്കാരം വെച്ചു കൊടുത്തു. നീ പഴമൊന്ന് തിന്നാ മതി, അവന്റെ കണ്ണു തുറന്ന് കിട്ടും. അത്യാഗ്രഹം വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കാഴ്ചയ്ക്ക് ഭംഗിയുള്ള പഴം കാണിച്ചു കൊടുത്ത് അഹങ്കാരം എന്ന പിശാചിനെ ഹൃദയത്തിൽ വളർത്തി അത്യാഗ്രഹം ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു നീ കഴിക്കാൻ. നമുക്കറിയാം അവന്റെ ജീവിതം അവിടെ അസ്തമിക്കുകയാണ്. ദൈവം വിളക്കപ്പെട്ട പഴത്തിൽ നിന്ന് പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണു തുറന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ ദൈവിക ശക്തി കുറഞ്ഞ് തേജസ് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെ കാണുവാനുള്ള കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവൻ കാണുന്നത് മുഴുവൻ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരമാണ് അവന്റെ മുമ്പിൽ കാണുന്നത്. വെറുതെ കരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, തിന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അത് വേണ്ടെന്ന് വെക്കുവാൻ, നന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നവൻ ആരെങ്കിലും ഈ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. വെറുതെ കരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് അനുദിന ജീവിതം നീ ക്രമപ്പെടുത്തിയാൽ യോദ്ധാവിനെ പോലെ നീ പ്രബലനായി തീരും. നിന്റെ പ്രബലത എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അനുദിന ജീവിതം നീ പരിശോധിക്കുക. എന്നിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നീ പ്രബലനായി തീരുമെന്ന്, വലിയ മല്ലനായി തീരുമെന്ന്, പ്രാർത്ഥന തേരാളിയുമായി മാറുമെന്ന്, സമ്പത്തിന്റെ ഉടമസ്ഥനായി തീരുമെന്ന്, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വ്യക്തിയായി മാറുമെന്ന്. പഴയ നിയമത്തിൽ 39-ാം അധ്യായം 7-ാം തിരുവാക്യത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. കാവൽപ്പടയുടെ നായകനാണ് പൊത്തിഫർ. പൊത്തിഫർ മാർക്കറ്റിൽ ചെന്നപ്പോൾ അടിമകളെ വിൽക്കുന്ന കണ്ടു. അവിടെ വെച്ച് ജോസഫിനെ അടിമയായിട്ട് വാങ്ങിക്കുകയാണ്. ജോസഫിനെ കുറിച്ച് പറയുന്നത്, ജോസഫ് വടിവത്ത ശരീരമുള്ളവനായിരുന്നു, സുമുഖനായിരുന്നു, കാര്യപ്രാപ്തിയുള്ളവനായിരുന്നു. യജമാനനാണ് അവനെ നിർവഹിച്ചിരുന്നത്. യജമാനന്റെ ഭാര്യയ്ക്ക് ജോസഫിൽ അഭിലാഷമുണ്ടായി. അവൾ പലപ്പോഴും ജോസഫിനോട് പറയുമായിരുന്നു, എൻ്റെ കൂടെ നടക്കാൻ വാ, എൻ്റെ കൂടെ വന്നിരിക്കേ, എന്നോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കേ, എൻ്റെ കൂടെ കിടക്ക. ജോസഫ് പറഞ്ഞു, എൻ്റെ യജമാനൻ എന്നിൽ വിശ്വാസം അർപ്പിച്ച് എല്ലാം എന്നെ ഏൽപ്പിച്ചവനാണ്, സാധ്യമല്ല, സാധ്യമല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചെയ്യുന്നത് പാപമാണെന്ന് നീ മനസ്സിലാക്കുക. ഒരിക്കൽ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്ന് എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ മോനെ സംശയം? ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ സെക്യൂരിറ്റി നിൽക്കുകയാണ്. ഇങ്ങനെ സെക്യൂരിറ്റി നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, എന്തിനാ നീ ഇങ്ങനെ ഇത്ര നേരം കാത്തു നിൽക്കണേ? നിനക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ പോരെ, ഭർത്താവ് വീട്ടിലില്ല, മക്കൾ ആരുമില്ല. ഒരു സ്ത്രീ എന്നെ വിളിച്ച് അവളുടെ കൂടെ പോയി ഇരിക്കുകയും കിടക്കുകയും ചെയ്താൽ പാപമാകുമോ എന്ന് എന്നോട്. എൻ്റെ ഇഷ്ടമല്ല, വേറൊരു സ്ത്രീ വിളിച്ചുകൊണ്ട് പോകാന്ന്. അങ്ങനെ പോയാൽ അത് പാപമാകുമോ എന്ന് ഞാൻ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ ദൈവത്തെ പരീക്ഷിക്കുകയാണോ? ദൈവം നീ ചെയ്യുന്ന ഓരോ രഹസ്യ പ്രവർത്തികളും നിന്റെ മനസാക്ഷി അനുസരിച്ച് മാത്രമല്ല, ദൈവം നിന്നെ കാണുന്നത് വിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ, ദൈവത്തിന്റെ വഴി വിട്ട് ആരുടെയും മറപിടിച്ചോ സാഹചര്യം മറപിടിച്ചോ ചെയ്താൽ ദൈവം കാണുന്നുണ്ട്, അത് പാപമാണ് എന്ന്. അപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ പറയാണ്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്, ഇനി ഞാൻ പോകില്ല എന്ന്. വെറുതെ കർമ്മയത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നീ വിശുദ്ധിയിൽ പ്രബലനായി തീരും, നീ വിശ്വാസത്തിൽ പ്രബലനായി തീരും, നീ സ്നേഹത്തിൽ പ്രബലനായി തീരും, നീ അനുഗ്രഹത്തിൽ പ്രബലനായി തീരും. സങ്കീർത്തനം പറയുന്നു, നിന്റെ വഴികളെ നീ പരിശോധിക്കുക, നിന്റെ തീരുമാനങ്ങളെ നീ പരിശോധിക്കുക,
നിന്റെ വിനോദങ്ങളെ നീ പരിശോധിക്കുക, നിന്റെ ഉത്തരവാദിത്തങ്ങളെ നീ പരിശോധിക്കുക, നിന്റെ സംസാരങ്ങൾ നീ പരിശോധിക്കുക, നിന്റെ രഹസ്യ വേഴ്ചകളെ നീ പരിശോധിക്കുക, നിന്റെ ആഡംബര യാത്രകളെ നീ പരിശോധിക്കുക. നീ പരിശോധിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിനെതിരായി നീ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറണം, ജോസഫിനെ പോലെ. അപ്പോഴാണ് നീ പ്രബലനായി തീരുന്നത്. എവിടെയെങ്കിലും വെച്ച് നിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും, അനുഗ്രഹ കിരണത്തിലൂടെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവൻ പരിശോധിക്കട്ടെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്, എൻ്റെ കൂദാശ ജീവിതം എങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയും, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ വചനം ശ്രമിക്കണം. മൃദുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ചില പാപത്തിന്റെ വഴികൾ വിട്ടുപോകാൻ ചില വ്യക്തികളുടെ കഥ പറയുന്നുണ്ട്. കുഞ്ഞേ, യുവാവേ, അപ്പച്ച, അമ്മച്ചി, തൊഴിലാളി,